ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ദയവേ. എനിക്കാണെങ്കിൽ ഇപ്പോഴും ചന്തുമോളടുത്ത് ആ ദേഷ്യം തുടരെ തന്നെയാണ്. അത് കാണുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ദേവേ എനിക്ക് ആ കുട്ടിയുടെ അടുത്തുള്ള ദേഷ്യം ഇതുവരെയ്ക്കും മാറിയിട്ടില്ലല്ലോ. എല്ലാ കാര്യവും പറഞ്ഞ് നൈന മോള് അതിനെ ഇപ്പോഴും സ്നേഹിക്കുകയല്ലേ, പിന്നെ എന്താ നിനക്ക് ഇത്ര കുഴപ്പമൊന്നും ആ കുഞ്ഞിനെ സ്നേഹിച്ചാൽ എന്തെന്ന് മുത്തശ്ശൻ ദേവേനിയുടെ അടുത്ത് ചോദിക്കുകയാണേ. അപ്പോൾ ദേവേനി പറയുകയാണ്, അങ്ങനെ നയന കരുതുകയാണെങ്കിൽ അത് അവളുടെ കുഴപ്പമാണ്, അതിൽ എനിക്ക് എതിർപ്പുണ്ടെന്നിങ്ങനെ ദേവേനി പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ദേവേനി എടുത്ത് ചോദിക്കുകയാണ്, പിന്നെ നയനമോൾ എന്ത് ചെയ്യണമായിരുന്നു, ആദർശിനെ കോടതി കയറ്റണമായിരുന്നു എന്ന് ദേവേനി എടുത്ത് ചോദിക്കുമ്പോൾ ദേവേനി പറയുകയാണ്, അങ്ങനെ ആദർശിനെതിരെ കേസായി കോടതി കയറേണ്ട കേസും കൂട്ടമൊക്കെ വന്നാൽ അവനെതിരെ പറയുന്ന ആദ്യത്തെ മൊഴി എൻ്റേതായിരിക്കുമെന്ന്. അവൻ്റെ ഈ പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ദേവേനി പോവുകയാണ്. നയനയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയാണ്, എന്തായാലും ഈ കാര്യം അമ്മ അംഗീകരിക്കുന്നില്ല എന്നറിയാം, എന്നിട്ട് എന്തിനാ മുത്തശ്ശ അമ്മയെ ചൊടിപ്പിക്കുന്നതെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, അവളുടെ മാനസികാവസ്ഥ എനിക്കറിയാം. നയനയുടെ അടുത്ത് മുത്തശ്ശൻ പറയുകയാണ്, ദേവേനി ചന്തുമോളായിട്ട് അടുക്കാനുള്ള അവസരം നീ തന്നെ ഒരുക്കണമെന്ന് പറയുകയാണ്. മുത്തശ്ശി ചന്തുമോളടുത്ത് പറയുകയാണ്, ആ മുത്തശ്ശി മോളടുത്ത് ദേഷ്യം കാണിച്ചാലും മോളതൊന്നും മൈൻഡ് ചെയ്യേണ്ട, മോളെ ഇടയ്ക്കിടയ്ക്ക് ആ മുത്തശ്ശിയുടെ അടുത്ത് ഓടിച്ചെല്ലണമെന്ന് പറയുകയാണ്. അപ്പോഴാ മുത്തശ്ശിക്ക് മോളുടെ അടുത്തുള്ള ദേഷ്യമൊക്കെ അങ്ങ് മാറിപ്പോകുമെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ മോളടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന്. പിന്നീട് ആദർശനെയും കിരണിനെയാണ് കാണിക്കുന്നത്. ആദർശാണെങ്കിൽ കിരണിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, DNA ടെസ്റ്റിൻ്റെ കാര്യം എന്തായി, അത് കിട്ടാറായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കിരൺ പറയുകയാണ്, കിരണിൻ്റെ കൂട്ടുകാരനായ ലിയോൻ്റെ അടുത്താണല്ലോ DNA ടെസ്റ്റിന് കൊടുത്തത്, അവൻ ജോയിൻ ചെയ്താലേ ഇനി കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്ന്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയണേ, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ കേട്ട് മടുത്ത്, എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കുന്നത്, എൻ്റെ നിരപരാധിത്വം എത്രയും വേഗം തെളിയിക്കണമെന്നാണ് ആദർശ് പറയുന്നത്. അപ്പോൾ കിരൺ പറയാണ്, അതൊക്കെ തെളിയും, നീ ഇതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കല്ലേ, നീ സമാധാനപ്പെടുന്ന പറയുകയാണ്. അതിന് ശേഷം കിരൺ പറയുകയാണ്, നയന പറയുന്നുണ്ടായിരുന്നു നീ ചന്തുമോളടുത്ത് അകൽച്ച കാണിക്കുന്നുവെന്ന്, നീ എന്തിനാ പാവം പിടിച്ച കുട്ടിയുടെ അടുത്ത് അകൽച്ച കാണിക്കുന്ന, ആ കൊച്ചെന്താ പിഴച്ചത് എന്ന്. ആദർശ് പറയുകയാണ്, നേരത്തെ പോലെയൊന്നുമല്ല, ആ കുട്ടിയുടെ അടുത്ത് എനിക്ക് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ കിരൺ പറയും, അതങ്ങനെ തന്നെ വേണം. ആദർശ് പറയുകയാണ്, ആകെ എനിക്ക് വിഷമമാവുകയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് മുത്തശ്ശൻ അറിയാമെങ്കിലും എന്നാലും ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ മുത്തശ്ശന് തോന്നുന്നുണ്ട് എന്ന് കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല, മൂർത്തി സാറിനെ കണ്ട് ഞാൻ സംസാരിച്ചതാണല്ലോ, അപ്പോഴെനിക്കൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ, പിന്നെ ഞാനും കല്യാണിയും പോലും നിന്നെ സംശയിക്കുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ കൂടെയല്ലേ നിൽക്കുന്ന, പിന്നെ എന്താ കുഴപ്പമെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇപ്പോഴും അമ്മ എന്നെ അംഗീകരിക്കുകയും എന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്, അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ആ റിസൾട്ട് കിട്ടണം, നിൻ്റെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരിക്കും സംസാരിച്ചിട്ട് ആദർശം കിരണും പിരിയുകയാണ്. അതിനുശേഷം ദേവേനിയാണ് കാണിക്കുന്നത്. ദേവേനിയാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ വന്ന് ഹാളിൽ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ചന്തുമോളാണെങ്കിൽ ചെന്ന് ദേവേനിയുടെ കയ്യിൽ മെല്ലെ ഒന്ന് തൊടുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് ദേവേനി ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് വന്നു പോകരുതെന്ന്. അപ്പോൾ ചന്തുമോൾ പറയുകയാണ്, എനിക്ക് ആരുമില്ല മുത്തശ്ശി എന്നിങ്ങനെ പറയുകയാണ് ദേവേനിയുടെ അടുത്ത്. അപ്പോൾ ദേവേനി ചന്തുമോളടുത്ത് ചോദിക്കുകയാണ്, ആരുമില്ലെങ്കിൽ നിന്നെ ഞാൻ പിന്നെ ഏറ്റെടുക്കണോ, നിനക്കിപ്പോൾ ഒരു അച്ഛനും അമ്മയും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ ആരുമില്ല എന്ന് പറയുന്നതെന്ന്, അതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് പൊയ്ക്കോ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ദേവേനെ കുഞ്ഞിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ വിഷമിച്ച് ചന്തുമോൾ പോവുകയാണ്. പോകുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നയൻ നിൽക്കുന്നുണ്ടായിരുന്നേ. നയന ദേവേനിയുടെ അടുത്ത് ചോദിക്കുകയാണ്, അമ്മ എന്തിനാ ചന്തുമോളെ വിഷമിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ദേവേനി ചോദിക്കണേ, നീ മാറി നിന്നിട്ട് അവളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണല്ലേ എന്ന്. അതിൻ്റെ ആവശ്യമില്ല, അവൾ എൻ്റെ അടുത്ത് വരുന്നത് എനിക്കിഷ്ടമില്ല എന്ന്. അപ്പോൾ നേനെ പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ്റെ മോളല്ല ചന്തുമോളെന്ന് തെളിഞ്ഞാൽ പോലും ഇനിയിപ്പോൾ ചന്തുമോളെ വിട്ടുകളയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ഈ കുഞ്ഞിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, പിന്നെ ഇപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുകയും മരുന്ന് കഴിക്കുകയും ഒന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് സ്നേഹിക്കാൻ ഒരു കുട്ടിയായില്ലേ എന്ന് ദേഷ്യപ്പെട്ട് നയനയുടെ അടുത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു. ദേവേനിക്ക് നയന പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ജലജയും ദേവേനിയാണ്. അബിയുടെ കൊച്ചിൻ്റെ നൂലിയെട്ടിനെ ഇവളെയും കൊണ്ടാണോ അങ്ങോട്ട് പോകുന്നത്, എനിക്കെന്നാൽ അത് ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി പറയണ ആ കാര്യമൊക്കെ നിങ്ങൾ തീരുമാനം എടുക്കുക എന്ന്, ജലജയോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന്. ജയനും അജയനും വരികയാണ്. അപ്പോൾ ജയനും അജയൻ്റെ അടുത്ത് ജലജ ചോദിക്കുകയാണ്, നാളെ എൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ നൂലിയെട്ടാണ്, അപ്പോൾ ഇവിടെ നിന്ന് അവളെയും കൊണ്ടാണോ പോകാനുള്ളതെന്ന്. അപ്പോൾ ജയൻ ചോദിക്കുകയാണ്, ആ കുട്ടി വന്നാൽ എന്താ കുഴപ്പമെന്ന്. അപ്പോൾ ജലജ പറയുകയാണ്, കാണുന്നവരൊക്കെ ഈ കുട്ടി ആരാന്ന് ചോദിക്കുമ്പോൾ അവരെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയാൻ പറ്റാതെ നിന്ന് ചൂളിപ്പോകത്തില്ലേ എന്ന്. അപ്പോൾ ജയൻ ജലജയുടെ അടുത്ത് പറയുകയാണ്, ഒരു കാലത്ത് നിന്നെ ഈ വീട്ടിലേക്ക് ദത്തെടുത്ത് കൊണ്ടുവന്നപ്പോഴും ഒരുപാട് പേര് ഇതുപോലെയൊക്കെ തന്നെയാണ് ചോദിച്ചത്, അന്ന് ആൾക്കാർക്ക് അച്ഛനും അമ്മയും കൊടുത്ത മറുപടി ഇപ്പോഴും ഈ കുട്ടിയുടെ കാര്യത്തിലും തിരിച്ചു കൊടുത്തോളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, എന്നെ കൊണ്ടുവന്നത് പോലെയാണോ ഇപ്പോൾ അവളെ കൊണ്ടുവന്നത് എന്ന്.
അപ്പോൾ ജയൻ പറയാണ് അതുപോലെയല്ല, കാരണം എന്ന് വെച്ചാൽ ആ കുട്ടി ഈ വീട്ടിലെ അംഗമാണ്, പക്ഷെ നീ ഈ വീട്ടിലെ ആരുമല്ല എന്ന്. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ അജയനും പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അച്ഛനാണ്, അച്ഛൻ ഒരു കാര്യമില്ലാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല എന്ന്. ആ കുട്ടി ഇവിടെ വളരും, ആ കുട്ടി വളരുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു ശല്യം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ജനിച്ച പറയുന്നുണ്ടായിരുന്നു എന്തായിരുന്നാലും നാളത്തെ നൂലികെട്ടിന് ആ കുട്ടി അവിടെ വരുന്നതിൽ എനിക്കൊരു താല്പര്യവും ഇല്ല എന്ന്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ജനിച്ച അവിടെ നിന്ന് പോവുകയാണ്. ആ നേരമാണെങ്കിൽ ജയനാണെങ്കിൽ ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അവളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ, അതുകൊണ്ട് നീ ഇനി അവളുടെ കൂടെ കൂടാൻ നിൽക്കണ്ട എന്ന്. അപ്പോൾ ദേവേനി പറയുകയാണ് ഞാൻ അവളോട് കൂടാനൊന്നും നിൽക്കുന്നില്ല, ഈ കുടുംബത്തിലെ താളങ്ങൾ തെറ്റിക്കുന്ന രീതിയിൽ ചില സംഭവങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യും, എനിക്കൊന്നും അറിയാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ദേവേനി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ്. ജയൻ അജയനോട് പറയുകയാണ് അച്ഛൻ ദീർഘവീക്ഷണമുള്ള ആളാണ്, അച്ഛൻ ഒന്നും കാണാതെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന്. നിങ്ങൾ പറയുന്നത് കേട്ട് ആ കൊച്ചിനെ വെറുക്കാനും ദേഷ്യപ്പെടാനും നമ്മൾ നിൽക്കണ്ട എന്ന് പറയുകയാണ് അജയൻ്റെ അടുത്ത്. അപ്പോൾ അജയനും അത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ജയനാണെങ്കിൽ ആദർശിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ജയൻ ആദർശിനെ കാണുമ്പോൾ ആദർശ് നല്ല വിഷമത്തിലാണ് ഇരിക്കുന്നത്. ആദർശ് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അച്ഛാ ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന്. ജയൻ പറയുന്നുണ്ടായിരുന്നു ഇല്ല, നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന്. അതുകൊണ്ടല്ലേ ഈ കാര്യത്തിലൊന്നും ഇടപെടാതെ ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് ജയൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ കുട്ടിയുടെ അച്ഛൻ ആരെന്നും തിരക്കി അന്വേഷിച്ച് പോകണ്ട എന്നാണ് പറഞ്ഞത്, അതിവിടെ വളർന്നോട്ടെ എന്നാണ് അച്ഛനും പറയുന്നതെന്ന്. ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് മുത്തശ്ശനോട് എതിർപ്പ് വരും. മുത്തശ്ശൻ എന്തിനാ അങ്ങനെ പറയുന്ന, ആ കൊച്ചിൻ്റെ അച്ഛൻ ആരാന്ന് അറിയണ്ടേ, അറിഞ്ഞതിന് ശേഷം ആ കുട്ടി ഇവിടെ താമസിച്ചോട്ടെ എന്ന് ഈ ആൾക്കാരുടെ മൊത്തമായിരിക്കുന്ന എന്തിനാ ആദർശ് കേൾക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതങ്ങനെയല്ല അച്ഛാ, എൻ്റെ ഭാഗത്ത് തെറ്റില്ല, എൻ്റെ കൈകൾ എപ്പോഴും ശുദ്ധമാണ് എന്ന്. ആ കാര്യം എനിക്ക് എല്ലാവരെയും തെളിയിക്കണമെങ്കിലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടുകയുള്ളൂ എന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു അതെന്തായാലും തെളിയിക്കണം, എന്തായാലും ഇതുപോലുള്ള ഒരു കാര്യം ചെയ്ത് ഏതെങ്കിലും ഫ്രോഡായിരിക്കും, അല്ലാതെ ഇങ്ങനെ ഒരു സ്ത്രീയെ മോളെ ആരും ഉപേക്ഷിക്കില്ലല്ലോ, അതുകൊണ്ട് ഇത് തെളിയിക്കണമെന്ന് ജയനും പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ് ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് ആ കുട്ടി അവൻ്റെ കൂടെ പറഞ്ഞു വിടാനൊന്നുമല്ല, എന്നാലും അവന് നിയമപരമായിട്ടൊരു ശിക്ഷയെങ്കിലും വാങ്ങിക്കൊടുക്കണം, അതിനു വേണ്ടിയെങ്കിലും ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കണം, എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ വേണമെന്ന് ആദർശ് പറയുകയാണ്. ജയൻ ആദർശിൻ്റെ അടുത്ത് പറയുകയാണ് അതിനുവേണ്ടി എന്താണോ നിനക്ക് ചെയ്യാനുള്ളത് പറ്റുന്നത് അത് നീ ചെയ്തോ, നിനക്ക് എന്ത് സഹായത്തിനും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയുകയാണ്. നേരെ ദേവേനിയുടെ അടുത്തേക്കാണ് ജയൻ ചെല്ലുന്നത്. എന്നിട്ട് ദേവേനിയുടെ അടുത്ത് ജയനാണെങ്കിൽ ഉപദേശിക്കുകയാണ് ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അച്ഛനാണ്, അപ്പോൾ അച്ഛൻ്റെ ജീവനുള്ളിടത്തോളം കാണാൻ ആ കുട്ടി ഇവിടെ തന്നെ കാണുമെന്ന്. ആ കുട്ടീനെ ഇവിടെ നിന്ന് ആർക്കും പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല, ആ കുട്ടി അല്ലെങ്കിൽ ഒരു കൊച്ചു കുട്ടിയല്ലേ ചന്തുമോള്, ഇതിനെ നീ വിഷമിപ്പിക്കരുതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവേനി പറയണം ആ കുട്ടിയെ ഞാൻ നല്ല രീതിയിൽ സ്നേഹിച്ചതാണ്, ആദർശാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് ആ കുട്ടീനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ജയൻ ദേവേനിയുടെ അടുത്ത് ചോദിക്കുകയാണ് നയനമോൾക്ക് ആ കുട്ടീനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്, പിന്നെ എന്താ നിനക്ക് സ്നേഹിക്കാൻ കഴിയാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനി പറയുകയാണ് അത് തന്നെയാണ് എൻ്റെ വിഷമം, അവൻ നയനമോളെ വഞ്ചിച്ചു, അവളെ പോലെ ഒരു നല്ല ഭാര്യയെ കിട്ടിയിട്ട് അവളെ വഞ്ചിച്ചു എങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ കൂടുതൽ വെറുക്കുന്നതെന്ന്. ഇനി ഞാൻ അവനെ സ്നേഹിക്കില്ല, ഞാൻ അവനെ വെറുത്തുപോയി, ഇനി ഇതിൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് തർക്കിക്കാൻ നിൽക്കണ്ട, ഇനി തർക്കിക്കാൻ നിന്ന് ഇനി നമ്മൾ തമ്മിൽ പിണങ്ങേണ്ടി വരുമെന്ന്, അതുകൊണ്ട് ഇനി ഇതിനെപ്പറ്റി സംസാരിക്കണ്ട എന്ന് പറയുകയാണേ. ദേവേനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ജയനാണെങ്കിൽ എത്ര പറഞ്ഞിട്ട് ദേവേനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന ഭാവത്തോടെ ജയന് നിൽക്കുകയാണ്. ദേവേനി വിഷമിച്ച് ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് ദേവേനി അവിടെ ഇരിക്കുന്ന സമയത്ത് നയനയാണെങ്കിൽ ചന്തുമോളെ വീണ്ടും ദേവേനിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ദേവേനി ചന്തുമോളെ അടുത്ത് ചോദിക്കുകയാണ് നീ എന്തിനാ എൻ്റെ അടുത്തോട്ട് വന്നത്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്തോട്ട് വരരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ദേവേനി വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ചന്തുമോളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരികയാണ്. ഇത് കാണുമ്പോൾ ദേവയാനി എന്താ ചെയ്യുക എന്ന് വിചാരിച്ച് ആ കുഞ്ഞിൻ്റെ കണ്ണുനീരങ്ങ് തുടച്ചു കൊടുക്കുകയാണ്. എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്, ഞാൻ നിന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ, നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് ദേവയാനി ചന്തുമോളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ദേവേനിയുടെ അടുത്തേക്ക് വരികയാണ്, വന്നിട്ട് ചോദിക്കുകയാണ് ആ വഴക്ക് പറഞ്ഞില്ലേ ഇപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടതോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവേനി നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട് കൂട്ടുകൂടാൻ വേണ്ടി നീ വീണ്ടും വീണ്ടും കൊച്ചിനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണോ എന്ന്. അപ്പോൾ നയന പറയുകയാണ് ഞാൻ പറഞ്ഞു വിട്ടതൊന്നുമല്ല, മോള് തന്നെ വന്നതാണെന്ന്. അപ്പോൾ ദേവേനി പറയണത് നീ എന്താ ഈ കുട്ടി എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ, അതിനൊന്നും ഞാൻ തടസ്സം നിൽക്കാൻ പോകുന്നില്ല, സ്നേഹിക്കണോ വേണ്ടേ എന്നുള്ളത് ഓരോരുത്തരുടെ തീരുമാനമാണ്, ആ കുട്ടിയുടെ സ്നേഹം എന്നിലേക്ക് പടർത്താൻ വേണ്ടി വീണ്ടും വീണ്ടും ആ കുട്ടിയെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടേണ്ട ആവശ്യമൊന്നുമില്ല, അതൊരിക്കലും സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയുകയാണ് അനഘ പറഞ്ഞത് അനന്തപുരി തറവാട്ടിലെ പേരക്കുട്ടിയാണ് ചന്തുമോളെന്ന്, അപ്പോൾ ആ സ്ഥിതിക്ക്
ചന്തുമോളെ ഒന്ന് സ്നേഹിച്ചൂടെ എന്ന് ചോദിക്കുകയാണേ. ദേവേനെ അതൊന്നും സമ്മതിക്കില്ല. അതിനുശേഷം ദേവേനെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നയനയാണെങ്കിൽ ചന്തുമോളടുത്ത് പറയുകയാണ്. നയന ചന്തുമോളടുത്ത് പറയുന്നുണ്ടായിരുന്നു, ആദ്യം മുത്തശ്ശി എന്നെ ഇതുപോലെ വെറുത്തിരുന്നു. എന്നെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ വെറുത്തതിനേക്കാൾ ഇരട്ടി സ്നേഹം എനിക്കും തന്നില്ലേ, അതുപോലെ മോളെയും ഇതുപോലെ മുത്തശ്ശി സ്നേഹിക്കുമെന്ന്. മോൾ ഇതൊന്നും കണ്ട് സങ്കടപ്പെടുകയും വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നയന ചന്തുമോളെ ആശ്വസിപ്പിക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.